കോട്ടയം ഭാഷയിൽ പറഞ്ഞാല് ഇതുപോലത്തെ പന്നപ്പരിപാടി കാണിക്കില്ലെന്ന് നിലവിൽ നമ്മൾ നമ്മുടെ നാട്ടുകാരോട് അങ്ങനെ ഒരു രീതിയിലും പന്നപ്പരിപാടി ഇന്നുവരെ കാണിച്ചില്ല. എല്ലാവർക്കും സേവനം ചെയ്ത് എല്ലാവർക്കും നല്ല രീതിയിൽ മാത്രം ജീവിക്കുന്നത്. യോജ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. മാന്യ പ്രേക്ഷകരെ എല്ലാവർക്കും നമസ്കാരം. വണ്ടർ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മേലുകാവിന്റെ ഷെൽഫിച്ചാൻ. ഞങ്ങളെല്ലാം ഷെൽഫിച്ചാൻ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ കരോട്ടോ മാസ്റ്ററാണ്, സ്നേക്ക് മാസ്റ്ററാണ്, ഗിന്നസ് വേൾഡ് റെക്കോർഡറാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഷെൽഫിച്ചേട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ ഷെൽഫിച്ചേട്ടായി, നടുക്കുന്ന ഒരു വാർത്തയായിട്ടാണ് ഷെൽഫിച്ചേട്ടായി ഇന്ന് വന്നതെന്ന് ഞങ്ങൾക്കറിയാം. അതെന്താ നടുക്കുന്നൊരു വാർത്ത എന്ന് പറഞ്ഞാല് ഇത് നമ്മുടെ കോട്ടയം ഭാഷയിൽ പറഞ്ഞാല് ഇതുപോലത്തെ പന്നപ്പരിപാടി കാണിക്കില്ലെന്ന് നിലവിൽ നമ്മൾ നമ്മുടെ നാട്ടുകാരോട് അങ്ങനെ ഒരു രീതിയിലും പന്നപ്പരിപാടി ഇന്നുവരെ കാണിച്ചില്ല. എല്ലാവർക്കും സേവനം ചെയ്ത് എല്ലാവർക്കും നല്ല രീതിയിൽ മാത്രം ജീവിക്കുന്നത്. യോജ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അത് ചേട്ടായുടെ ഒരു വാട്സപ്പ് മെസ്സേജ് കണ്ടോ, ശരിക്കും ഞാൻ നെറ്റ് പോയിട്ടോ, സത്യമായിട്ടും. കാരണം ഇത്രയും ലൈവായിട്ട് നമ്മുടെ മേലുകാവ്, രാമപുരം, കോട്ടയം, ഇരാറ്റുപേട്ട, തൊടുപുഴ, മുട്ടമേ, നമ്മുടെ മേലുകാവിന്റെ പ്രത്യേകത അറിയാലോ, എല്ലാത്തിനും നടുക്കുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത്രയും രീതിയിൽ ഇത്രയും സ്ഥലങ്ങളിൽ ഒരുമിച്ച് നമ്മൾ പോയി പാമ്പ് പിടിച്ചിട്ടുണ്ട്. ചേട്ടായുടെ കൂടെ ഞാൻ കോർഡിനേറ്ററായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. സർപ്പ എന്ന ടീം അംഗങ്ങൾ അവരിൽ നിന്ന് ചേട്ടായി പിന്മാറുകയാണ്. സർപ്പ എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ മാറുന്നില്ല. അതായത് എൻ്റെ ലൈസൻസ് 5 വർഷം കഴിയുമ്പോൾ പുതുക്കണമായിരുന്നു. അത് കഴിഞ്ഞ മാസം എൻ്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് ഞാൻ പാസ്സായതാണ്. എൻ്റെ ലൈസൻസ് വന്നതാണ്. ഇനിയിപ്പോൾ 5 വർഷത്തിന് എൻ്റെ ലൈസൻസും ഐഡൻറ്റി കാർഡും എല്ലാം അവിടെ കിടപ്പുണ്ട്. അത് ഞാൻ മേടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത്ര പറയുന്നുള്ളൂ, ഞാൻ സ്നേക്ക് റെസ്ക്യൂ നിർത്തി. സർപ്പ എന്ന് പറയുന്ന പ്രസ്ഥാനം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തുടങ്ങിയ കാലം തൊട്ട് വളർത്തിക്കൊണ്ടുവന്ന ഏറ്റവും മെയിൻ ആളിൽ ഒരാളാണ്. പ്രത്യേകിച്ച് കോട്ടയം സർപ്പ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം കേരളത്തിലെ 1ാമത്തെ ജില്ലയാക്കി വളർത്തിയ ഞങ്ങളൊരു 5-8 പേരുടെ ആത്മാർത്ഥമായ രാവും പകലും കിടന്നുള്ള വർക്കിൻ്റെ ഇതിലാണ് ഈ പ്രസ്ഥാനത്തിൽ വളർത്തിയത്. അപ്പം അതിൽ നിന്ന് ഇട്ടേച്ച് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ദിവസവും എരുമേലിയിൽ ചങ്ങനാശ്ശേരി എന്നുള്ള കോളേജ് പിള്ളേർക്ക് വേണ്ടി അവിടെ ഫോറസ്റ്റിൽ ഒരു ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു. സ്നേക്കിനെ കുറിച്ച് പോയി ഞാൻ ക്ലാസ് എടുക്കുകയും പിന്നെ അവയർനെസ്സുകളെല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അവയർനെസ് ഇപ്പോഴാണെങ്കിലും ആര് വിളിച്ചാലും അവയർനെസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ റെസ്ക്യൂ നിർത്തി എന്ന് പാമ്പ് പിടുത്തം ഒറ്റവാക്കി പറഞ്ഞ. അപ്പോൾ അത് ശരിക്കും ഞങ്ങളുടെ മേലുകാവുകാർക്ക് ഞെട്ടിക്കുന്നൊരു വാർത്ത തന്നെയാണ്. ഇപ്പം ഇപ്പം പറഞ്ഞ പോലെ തന്നെ സർപ്പയുടെ പ്രവർത്തനങ്ങൾ കൂടുതലും നമ്മുടെ കോട്ടയം ജില്ല തന്നെയാണോ ഫോക്കസ് ചെയ്തേക്കുന്നത്? ഞാൻ കോട്ടയം ജില്ലയിൽ അങ്ങ് എല്ലായിടവും ചെയ്തിരുന്നു. ഇടുക്കി ജില്ലയിൽ ഒരു കുറേ ഏരിയയും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യമേ ഈ സർപ്പയെ പറ്റി ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് അതായത് സ്നേക്കിന് അവയർനെസ്, അതായത് സ്നേക്കിന് അവയർനെസ്, റെസ്ക്യൂ, സംരക്ഷണം, അതുപോലെ റിലീസ്, ഇതാണ് ഈ സർപ്പ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതായത് അന്യം നിന്ന് പോകുന്ന പല സ്നേക്ക് വർഗത്തിൽപ്പെട്ട ജീവികളെയും നമ്മൾ തല്ലിക്കൊല്ലുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആരെങ്കിലും ഒന്ന് ചെന്ന് അതിനെ പിടിക്കുകയോ അവിടുന്ന് പിടിച്ച് റെസ്ക്യൂ ചെയ്ത് അവിടുന്ന് കൊണ്ടുപോകുന്നില്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ചു വരുത്തി തല്ലിക്കൊല്ലുന്ന ഒരു രീതിയാണ് നമ്മുടെ പരമ്പരാഗതമായുള്ള രീതി. അല്ലെങ്കിൽ ഒരുപക്ഷെ അത് ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ടല്ലോ, കൊല്ലാനോ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ ആക്രമിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പല സ്നേക്കുകളും നമ്മുടെ ഭൂമിയിൽ നിന്ന് അന്യമായി പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയത്. പിന്നെ ഈ ഗ്രൂപ്പ് തുടങ്ങിയെന്ന് പറയാൻ ഒരു മെയിൻ ഒരു കാരണം എന്ന് വെച്ചാൽ പല ആൾക്കാരും ഈ പാമ്പിനെ മിസ്യൂസ് ചെയ്യുകയും, അതായത് പാമ്പിനെ പിടിക്കുക, വിൽക്കുക, വെനമെടുത്ത് വിൽക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഉത്ര വധക്കേസാണ് അതിൻ്റെ അകത്ത് ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാരണമാണ്. പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് ഒരു സ്ത്രീയെ കൊല്ലുന്ന ഒരു സാഹചര്യം. അപ്പം ഒരു പാമ്പ് കൊടുത്തക്കാരൻ ഒരാൾ പാമ്പിനെ പിടിച്ച് ഒരാൾക്ക് കൊടുത്തു, അയാൾ അതിനെ മുറി കൊണ്ട് ഇട്ട് പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് ആളെ കൊടുത്തു. അപ്പം ആർക്കും എപ്പോഴും ഓടിച്ചെന്ന് പാമ്പിനെ പിടിക്കാവുന്ന ഒരവസ്ഥ മാറി ലൈസൻസ് ഉള്ള ആൾക്കാർ പാമ്പിനെ, അതായത് ഇതിനെക്കുറിച്ച് അവയർനെസ് ഉള്ളതും അതുപോലെ ശരിക്കും വെൽ ട്രെയിൻഡായിട്ട്, അതായത് സയൻറ്റിഫിക്കായിട്ട്, അങ്ങനെ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സയൻറ്റിഫിക്കായിട്ട് റെസ്ക്യൂ ചെയ്യുന്ന ഒരു മെത്തേഡ് 2000 കേരള സർക്കാർ, കേരള ഫോറസ്റ്റ് കൊണ്ടുവന്നു. അപ്പോൾ ആ 2000 ഇതിന് ലൈസൻസ്, അതായത് സയൻറ്റിഫിക്കായിട്ട് സ്നേക്ക് റെസ്ക്യൂ പഠിക്കാൻ താല്പര്യമുള്ളവർ അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നപ്പോൾ നമ്മൾ അപേക്ഷിച്ചു. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഒരു വോളണ്ടിയർ സർവീസ് ആയിട്ടാണ് നമ്മളിതിലേക്ക് വന്നത്.
അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് കുറച്ച് കാര്യങ്ങൾ ഷെൽഫിച്ചേട്ടൻ അറിയാനുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ 2-3 പേരുടെ അടുത്ത് ചേട്ടാ പറഞ്ഞ ഈ പാമ്പൂട് നിർത്തി എന്ന് പറഞ്ഞപ്പോൾ ചേട്ടായിട്ട് ചോദിക്കണമെന്ന് കരുതിയിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഏറ്റവും റിസ്ക് ആയിട്ട് പിടിച്ചിട്ടുള്ളൊരു പാമ്പ് പിടുത്തം എവിടെയായിട്ടായിരുന്നു? അങ്ങനെയാണ് റിസ്ക് ആയിട്ട് കുറേ വർക്കുകൾ വളരെ റിസ്കി ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതായത് കേരളത്തിലെ തന്നെ ആരും ചെയ്യാത്തത്തോളം വലിയ മേഖലകളിൽ റിസ്കി വർക്കുകൾ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും മെയിനായിട്ട് പറഞ്ഞാൽ തൊടുപുഴ കോലാനിയിൽ വെച്ച് ഒരു കെൻറ്റിൽ 2 മൂർഖൻ, കിണറ്റിൽ കിടക്കുന്ന മൂർഖനെ നമുക്ക് കരയ്ക്ക് ഞങ്ങൾക്ക് റെസ്ക്യൂവേഴ്സിന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും, വെള്ളത്തിൽ കിടക്കുന്ന നമുക്ക്. പക്ഷേ ഇത് വെള്ളത്തിലല്ല, വെള്ളത്തിന് മുകളിൽ 2 പൊത്തിലായിട്ട് പൊത്തിൽ കയറിയിരിക്കുക. അപ്പോൾ പൊത്തിൽ കയറിയിരിക്കുന്ന മൂർഖനെ ഒരു കാരണവശാലും നമുക്ക് പിടിക്കാൻ പറ്റില്ല, ഇറങ്ങിച്ചില്ലല്ലാതെ. അപ്പോൾ വാവാ സുരേഷിനെ വിളിച്ചു നാട്ടുകാർ. വാവാ സുരേഷ് വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇത് റിസ്ക്കിയാണ്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതാണ്. അപ്പം തൊടുപുഴ മുട്ടം ഫോറസ്റ്റിൽ എൻ്റെ ഒരു റെസ്ക്യൂർ ഉണ്ടായിരുന്നു. അവൻ വിളിച്ചിട ഒന്ന് ചെയ്യാവോ എന്ന് ചോദിച്ചു. പിറ്റേ ദിവസം രാവിലെ ഞാനും അവനോട് പോയി 7:30 ആ കിണറ്റിൽ ഇറങ്ങിയത്. 15 അടിയോളം വെള്ളമുള്ള കിണറ്റിൽ 2 ഗോവിണി ഏച്ചി കെട്ടി ഇറങ്ങിപ്പോയിട്ട് ഞാൻ 10:30-10:45 കഴിഞ്ഞപ്പോഴാണ് തിരിച്ചു കയറിയത്. അത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലിറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങി അങ്ങ് ചെന്നു. നമുക്ക് കൈ പിടിച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് നമുക്ക് പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞ് 2 കൈയും ഫ്രീ ആക്കി നിന്നിട്ട് മാത്രമേ നമുക്ക് പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ ചെയ്യൂ. അതിനുശേഷം കമ്പിയോ പിച്ചാസോ ഉപയോഗിച്ച് ഈ മട തുരന്നതിന് ശേഷം ആ മടക്കകത്തുനിന്ന് 2 കൈയും വിട്ട് വേണം നമ്മൾ ഈ പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ. അവിടെ നമുക്ക് കിറ്റോ ബാഗോ ഒന്നുമില്ല. കെട്ടിയിട്ടിരിക്കുന്ന ചുമ്മാ കിടക്കുന്ന ഒരു ആടിക്കൊണ്ടിരിക്കുന്ന നൂലെ കിടന്ന് ആടുന്ന ഒരു ചാക്ക് മാത്രമേ അവിടെ കിടപ്പുള്ളൂ. ആ ചാക്കിൻ്റെ അകത്തോട്ട് ആക്കിയിട്ട് വേണം നമ്മളിതിനെ കെട്ടി മണ്ടേ കൊടുക്കാൻ. അങ്ങനെ 2 പൊത്തും പൊളിച്ച് ഞാൻ ഏറെക്കുറെ 3.5 മണിക്കൂർ കൊണ്ട് ഒറ്റ കാലം ഞാൻ റെസ്ക്യൂ ചെയ്തിട്ട്. അത് ഈ വാവാ സുരേഷിനെ വിളിച്ചിട്ട് അദ്ദേഹം നിരസിച്ച കേസാണ് നമ്മൾ പറ്റിയല്ല, എനിക്ക് സാധിക്കില്ല. കാരണം അങ്ങനെ ഇറങ്ങി എനിക്ക് ചെയ്യാനുള്ള ഇതില്ല, വശമില്ല. അതുമാത്രമല്ല അങ്ങനെ ഇറങ്ങി ചെയ്താൽ ബൈറ്റ് കിട്ടും എന്ന് പുള്ളി തീർത്ത് പറഞ്ഞിട്ട് പുള്ളി ഒഴിവായ കേസാണ് ഈ സംഭവം. അതുപോലെ പല അവസ്ഥയിലും ഒരു 8-10 കിണറ്റിലെങ്കിലും ഇങ്ങനെ ഇറങ്ങി ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ ഗ്രൂപ്പിൽ ആരും തന്നെ അങ്ങനെ ചെയ്യാറില്ല. കേരളത്തിൽ വളരെ റെയറായിട്ടുള്ള ആൾക്കാർ മാത്രമേ ആ റെസ്ക്യൂ ചെയ്യാറുള്ളൂ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇനി ഞങ്ങൾ മേലുകാവ്, ഞങ്ങളുടെ ഈ പറഞ്ഞ കോട്ടയംകാർ, നമ്മുടെ ഈരാറ്റുപേട്ടക്കാർ, തൊടുപുഴക്കാരൊക്കെ എന്നാ ചെയ്യേണ്ടി വരും? നമ്മൾ റെസ്ക്യൂ നിർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്ക്യൂ നിർത്താനുള്ള ഒരു മെയിൻ ഒരു കാരണം എന്ന് വെച്ചാൽ വളരെ ഏറെക്കുറെ 5.5 വർഷമായി ഞാൻ റെസ്ക്യൂ, അതായത് ലൈസൻസിയായി റെസ്ക്യൂ തുടങ്ങിയത്. അതിന് മുമ്പ് തന്നെ 10-20 വർഷം മുമ്പ് തൊട്ട് തന്നെ നമ്മൾ സ്നേക്കിനെ റെസ്ക്യൂ ചെയ്യാറുണ്ട്, പിടിക്കാറുണ്ട്, റിലീസ് ചെയ്യാറുണ്ടായിരുന്നു, അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും ലൈസൻസിയായിട്ട് ഈ വർക്ക് 5-6 വർഷമായി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും ഈ ഫീൽഡിൽ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തു. അത് ഇതിനൊരു അപ്പുറത്തോട്ടില്ലാത്ത രീതിയിൽ തന്നെ വർക്ക് ചെയ്തു. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിവാകാനുള്ള കാരണം ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞാൽ അന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3-4 പേരോ ഉള്ളൂ ഈ കോട്ടയം ജില്ല ഈ ഏരിയ മൊത്തം കവർ ചെയ്യാൻ. അപ്പം രാവും പകലും ഞങ്ങൾ ഏത് സമയത്തും ഒരു ആംബുലൻസ് സർവീസ് പോലെ രാത്രി 12 മണിക്ക് വിളിച്ചാലും 1 മണിക്ക് വിളിച്ചാലും ആ സെക്കൻഡിൽ നമ്മൾ മുഖം കഴുകി ഡ്രസ്സ് മാറി കിറ്റെടുത്തു ഓടിപ്പോയി നമ്മൾ റെസ്ക്യൂ ചെയ്യുകയായിരുന്നു. അതായത് റെസ്ക്യൂ ചെയ്ത് ആ വ്യക്തികളുടെ, ആ വീട്ടുകാരുടെ അല്ലെ നാട്ടുകാരുടെ പേടിയും ഭയവും ബാക്കി ആകുലതയെല്ലാം നമ്മൾ മാറ്റി അവരെ ഹാപ്പിയാക്കി ആണ് നമ്മൾ തിരിച്ചു പോന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് അത്രയും രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തു. അപ്പം ഇപ്പം നമ്മൾ ഇതിനകത്ത് നിന്ന് ഒഴിവായതെന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോൾ പുതിയ കുറേ പിള്ളേർ സെറ്റ് പുതിയ ലൈസൻസുകളായി ഈ നമ്മുടെ ഈരാറ്റുപേട്ടയും നമ്മുടെ പ്രിവിത്താനവും കൊല്ലപ്പള്ളിയും പാലായും ഒക്കെ ആയിട്ട് എല്ലാം സർപ്പയുടെ കീഴിൽ ഇഷ്ടംപോലെ ആൾക്കാർ ആക്റ്റീവാണ്. അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഞങ്ങളൊക്കെ അന്ന് പിടിച്ചുകൊണ്ടിരുന്ന ദിവസം 5-6 ഒക്കെ പാമ്പുകൾ ഒരു ദിവസം പിടിക്കുമായിരുന്നു. ഇന്നിപ്പം വളരെ റിപ്പോർട്ടിംഗ് കുറവാണ്. സ്നേക്ക് റെസ്ക്യൂ ഒക്കെ ചെയ്ത് വളരെ റിപ്പോർട്ടിംഗ് കുറവാണ്. അപ്പം റിപ്പോർട്ടിംഗ് കുറയുമ്പം സംഭവിക്കുന്നത് വെച്ചാൽ പുതിയ പിള്ളേർക്ക് റെസ്ക്യൂ ചെയ്യാനൊരു വർക്ക് പോലും കിട്ടാൻ വളരെ കുറവാണ്. അപ്പം ആ മേഖലയിൽ നമ്മളങ്ങ് മാറിക്കൊടുക്കുക. സീനിയേഴ്സായ നമ്മൾ ഇത്രയും വർഷം നന്നായിട്ട് ചെയ്തു, ഇപ്പോൾ ആ ഏരിയയിൽ ചുറ്റും ആളുണ്ട്, നമ്മളൊന്ന് മാറിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു റെസ്ക്യൂ ചെയ്യാനും പറ്റും, അവർക്കത് പഠിക്കാനും പറ്റും, അവർക്കൊരു എക്സ്പീരിയൻസ് വരും. അതുകൊണ്ടാണ് മാറിക്കൊടുക്കുന്നത്. അല്ലാതെ ഇതിൽ നിന്ന് മാറിക്കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് പേടിച്ചുപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്നോ അല്ലെങ്കിൽ ഭയമായിട്ട് ഇറങ്ങിപ്പോകുന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് മതിയാക്കി ഇറങ്ങിപ്പോകുന്നോ അല്ല. കാരണം അവർക്കൊരു അവസരം കൊടുത്ത് നമ്മൾ മാറിക്കൊടുക്കുന്നു മാത്രമാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും നാളും നമ്മുടെ ലൈവായിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാമ്പ് പിടുത്തത്തിൽ. അത് മാറ്റി നിർത്തിക്കൊണ്ട്
പാമ്പ് കൊടുത്തും അല്ലാത്ത അവസരങ്ങൾ എല്ലാത്തിനും നമ്മൾ ആക്റ്റീവാണ്. കഴിഞ്ഞ ദിവസം ആണെങ്കിൽ ഒരു 205 കിലോയുടെ മണി കിട്ടുന്നതിന് നമ്മളാണ് അതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ എന്താണ് പാമ്പ് കൊടുത്ത് നിർത്തി എന്ന് പറയുമ്പോൾ ശില്പിച്ചേട്ടനെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കിട്ടത്തില്ലെന്നുള്ള ഒരു വിചാരം വേണ്ടല്ല. ഇല്ല, വേണ്ട. എല്ലാ മേഖലയിലും, അതായത് എന്നാ ചെയ്യാവുന്ന എല്ലാ മേഖലയിലും ഈ സ്നേക്ക് റെസ്ക്യൂ എന്ന് പറയുന്ന ഒരൊറ്റ ആക്ടിവിറ്റീസ് നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പൊതു പ്രവർത്തനത്തിലും കാര്യങ്ങൾക്കും റിസ്കി ആയിട്ടുള്ള എല്ലാ വർക്കുകളും പള്ളിമണി കെട്ടി അന്നേരം കൈക്കാരന്മാർ വിളിച്ച് ഒറ്റ വാക്ക് പറഞ്ഞുള്ളൂ, ചിലപ്പോൾ പള്ളിയുടെ മണ്ടേ കയറി കാര്യങ്ങൾ നോക്കാൻ നീയേ ഉള്ളൂ, ഒരാൾ വരണം. അതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ കയറ്റി വിട്ടിട്ട് അവിടെ അത് മണി ചുമ്മാ കെട്ടിവെച്ചെന്ന് മാന്നാറിൽ നിന്നുള്ള ആൾ വന്ന് കെട്ടിവെച്ചു എന്ന് പറഞ്ഞാൽ പോരാ. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഉറപ്പുമാണ് അത് കെട്ടിവെച്ചിട്ടുണ്ട്, നാളെ അടിക്കുമ്പോൾ താഴോട്ട് പോരുകയല്ല. കാരണം 3-4 ലക്ഷം രൂപ മുടക്കി മേടിച്ച് വെച്ച സാധനം അത് ഉറച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം താഴെ കിടക്കുന്നെങ്കിൽ തകർന്നു പോവുകയാണ്. കാരണം വാർത്തുണ്ടാക്കിയിരിക്കും, നോടുകൊണ്ട് വാർത്തുണ്ടാക്കി ആ സെക്കൻഡ് തകർന്നു. അപ്പം അതിന് പോലും നമ്മളെ വിളിച്ചു. നമ്മൾ അതൊരു റിസ്ക്കാണ്. കാരണം വെച്ചാൽ ഒന്നുമില്ലാത്ത സ്ഥലത്തൂടെ കയറിപ്പോയി ചെയ്യുന്നു. പക്ഷെ എന്ത് റിസ്കി വർക്കിലും എന്നാ ചെയ്യാവുന്നത് ഞാൻ നാട്ടുകാരുടെ കൂടെ എപ്പോഴും കാണാം. ഇപ്പോൾ ചേട്ടാ ഇപ്പം മേഖലകളിലെല്ലാം മേഖലകളിലെല്ലാം ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ് ബാക്കിയുള്ളത്. ശരിയാ, ഒരു വിഷമം പിടിച്ചൊരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമം പിടിച്ച ചോദ്യമല്ല, നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ അകത്ത് നമുക്ക് ഒന്നും പറയാനില്ല. കാരണം അത്രയും വിഷമത്തോടുകൂടി നിങ്ങൾ ചോദിക്കുള്ളൂ. കാരണം ഇപ്പം വിളിച്ചാൽ ഓടി വരും എന്ന് പ്രതീക്ഷിച്ച് ഇരുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു ഇച്ഛാഭംഗവും വേണ്ട. നിങ്ങൾക്ക് ഞാൻ വരുന്ന പോലെ തന്നെ അതേ സമയത്ത് ഇവിടെ ആളെത്തും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർപ്പ എന്ന് പറഞ്ഞ SARPA സർപ്പ എന്ന് പറയുന്ന ആപ്പ് വേണമെങ്കിൽ നമുക്ക് ഈ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. എല്ലാ പിള്ളേരും ഇങ്ങനെ പലതും ഡൗൺലോഡ് ചെയ്തെടുക്കും. എന്ന് പറഞ്ഞാൽ അതിന് ഡൗൺലോഡ് ചെയ്തെടുത്താൽ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊരു പാമ്പിനെ കണ്ടു, അതിൻ്റെ പിക്ചർ എടുക്കും, നമ്മൾ ഇതിലേക്ക് എൻട്രി ചെയ്ത് സർപ്പയിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ്, നമ്മുടെ അഡ്രസ്സ് എന്നാണ്, ഇത്ര ഡീറ്റെയിലും ഫോൺ നമ്പറും കൂടെ അതിൻ്റെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ അവിടെ നിന്ന് ആൾ നമ്മളെ വിളിക്കും. ഒന്ന് ഇല്ലെങ്കിൽ ഇത് കൂടാതെ തന്നെ നിയറസ്റ്റ് ആയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള റെസ്ക്യൂവേഴ്സിൻ്റെ നമ്പർ, പേര് അതിനകത്ത് തെളിഞ്ഞു വരും. ഇത് അയക്കുന്നതുകൊണ്ട് കൂടെ വേണമെങ്കിൽ നമുക്ക് അവരെ നേരിട്ട് വിളിച്ചാൽ അവർ വന്ന് നമ്മളെ ഈ അവർ വന്ന് തന്നെ നേരിട്ട് വന്ന് റെസ്ക്യൂ ചെയ്തിട്ട് പോകും. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ ഒരു രീതിയിലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കോട്ടയം ജില്ലാ കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ ഓരോ ജില്ലകളിലും ഒരു കോർഡിനേറ്റർ ഉണ്ട്. ആ കോർഡിനേറ്ററെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോർഡിനേറ്റർ നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറും ചോദിച്ച് മേടിച്ചതിന് ശേഷം ഞങ്ങളുടെ ഗ്രൂപ്പിലിടും. 60-ഓളം വോളണ്ടിയർമാരുള്ള ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലിട്ടാൽ ആ 60 വോളണ്ടിയർമാരും ആ സെക്കൻഡിൽ ഇത് കാണുകയാണ്. നിയറസ്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഒരാളല്ല അടുത്തയാളല്ലെങ്കിൽ അടുത്തയാൾ നമ്മളെ വന്ന് കാണും. ആ നമ്പർ ഞാനൊന്ന് ജസ്റ്റ് പറയാം. അബീഷ് എന്നാണ് നമ്മുടെ ജില്ലാ കോർഡിനേറ്ററിന്റെ പേര്, അബീഷ്. അപ്പം പുള്ളിയുടെ നമ്പർ 89 43 24 93 86 8943249386. ഈ നമ്പറിൽ നമ്മൾ നേരിട്ട് വിളിച്ച് പറഞ്ഞാൽ ഈ 60 പേരും ലൈവായിട്ട് നമ്മളെ വാർത്ത കേൾക്കും, അല്ല നമ്മുടെ അന്വേഷണം അറിയും. അപ്പം അന്നേരം തന്നെ നമ്മളെ വിളിച്ച് വന്ന് കാണുകയും റെസ്ക്യൂ ചെയ്യുകയും ചെയ്തു. അപ്പം ഞാനില്ല എന്നുള്ളതിനെക്കാട്ടിലും ഞാനില്ലെങ്കിൽ പോലും ഈ കാര്യങ്ങളെല്ലാം ഒരു ബുദ്ധിമുട്ടും കൂടാതാണ്. അപ്പോൾ റീസെൻ്റ്ലി മേലുകാം പോലീസ് സ്റ്റേഷൻ അടുത്തങ്ങാണ്ട് കഴിഞ്ഞ ദിവസം ഞാനന്ന് കൊടൈക്കനാലിൽ പോയിരിക്കുകയായിരുന്നു. സ്റ്റേഷനിൽ തന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു സെൽഫി വരും, ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു ഇത് ഈ നമ്പർ ഒന്ന് വിളിച്ചു, ഇപ്പോൾ ആൾ വരും എന്ന് പറഞ്ഞു. ഞാൻ അബീഷിൻ്റെ നമ്പർ കൊടുത്തു, കോർഡിനേറ്റർ നമ്പർ കൊടുത്തു. 2 മിനിറ്റ് കഴിഞ്ഞപ്പം കോർഡിനേറ്റർ മെസ്സേജ് ഇട്ട് ഇരാറ്റുപേട്ടെന്ന് അന്നേരം ജീപ്പിന് ആൾ വന്നു അതിനെ റെസ്ക്യൂ ചെയ്തിട്ട് പോയി. അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ ബേലോമറ്റത്ത് നിൽക്കുമ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് ഡ്രസ്സ് മാറി കിറ്റെടുത്ത് ഞാൻ അതിനെ റെസ്ക്യൂ ചെയ്യുന്ന സമയം കൊണ്ട് ഈരാറ്റുപേട്ടെന്ന് വന്ന ആൾക്കാർ അതിനെ റെസ്ക്യൂ ചെയ്തിട്ട് പോയി, സിമ്പിളായിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കുകയും വേണ്ട, ഒരു ആകുലതയും വേണ്ട. സെൽഫി ഇല്ലെന്നുകൊണ്ട് ഇവിടെ പാമ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ ഭയം ഉണ്ടാകുന്ന ഒരു രീതിയിലും പേടിക്കണ്ട. അതുകൊണ്ട് ഈ നമ്പർ വിളിക്കുക, അല്ലെങ്കിൽ സർപ്പയിൽ എൻട്രി ചെയ്യുക. ഓക്കെ. അപ്പോൾ ചേട്ടായി പറഞ്ഞ പോലെ ഈ നമുക്കിനി അധികം ആവുലപ്പെടേണ്ട ആവശ്യമില്ല. കാരണം സർപ്പ ടീം തന്നെ നമ്മുടെ ഓരോ മേഖലകളിലും ആക്റ്റീവായിട്ടുണ്ട്, ഇഷ്ടം പോലെ പുതിയ പിള്ളേരുണ്ട്. അപ്പോൾ ഇനിയുള്ളൊരു കടപ്പാടെന്ന് പറഞ്ഞാൽ ശില്പിച്ചതിനോടൊരു നന്ദി പറയാന്നുള്ളതാണ്. കാരണം ഇത്രയും നാളും ഈ മേലുകാവ് പ്രദേശങ്ങളിൽ നല്ല രീതിയിൽ പാമ്പിനെ പിടിച്ച് കോട്ടയം ജില്ലയുടെ അങ്ങിങ്ങ് എല്ലാ ഭാഗത്തും, അതുപോലെ ഇടുക്കിയുടെ പകുതി ഭാഗത്തും നമ്മൾ വർക്ക് ചെയ്യും. അപ്പോൾ ഏറ്റവും വളരെ ഹെൽപ്പായിരുന്നു ചേട്ടായുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനെല്ലാവരുടെ നാട്ടിൻ്റെയും ഈ കോട്ടയം ജില്ലയുടെയൊക്കെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. ഒരുപാട് ആരോഗ്യ ആയുസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നന്ദി, നമസ്കാരം.